ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനിൽ നിന്ന് നമുക്കൊന്ന് ചൈന വരെ പോയി വരാം. അതായത് ഈ ലോകശ്രദ്ധ ഇറാൻ യുദ്ധത്തിലും ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിലും മറ്റുമായിരുന്ന സമയത്ത് ഒരു മിസൈൽ പരീക്ഷണം നടത്തി ചൈന ലോകത്തെയാകെ ഞെട്ടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയെ. 12,000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അമേരിക്കയെ ഒറ്റയടിക്ക് ആക്രമിക്കാൻ കരുത്തുള്ള മിസൈലാണ് ചൈന പരീക്ഷിച്ചത്. യുദ്ധമുഖത്തുള്ള ഇറാൻ്റെയും റഷ്യയുടെയും സുഹൃത്താണ് ചൈന. അപ്പോൾ ഈ മിസൈലിൻ്റെ പരീക്ഷണം അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണോ? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഈസ് എ സ്ലീപ്പിംഗ് ജയൻറ്റ്. ഉറങ്ങുന്ന ഭീമൻ ആണ്. ഇത്രയധികം വിവാദങ്ങൾ ഗൾഫിൽ ഉണ്ടാകുമ്പോഴും കാര്യമായ പ്രസ്താവനകളോ അനക്കമോ ഇല്ലാതെ വളരെ ശാന്തമായി അത് നോക്കിക്കണ്ടുകൊണ്ടിരുന്ന രാജ്യമാണ് ചൈന. നമുക്കറിയാമല്ലോ, ഏറ്റവും അധികം ഇറാനിയൻ എണ്ണ വാങ്ങിയിരുന്ന രാജ്യം ചൈനയാണ്. ചൈനയുടെ ഓയിൽ ഡിപ്പെൻഡൻസി ഓൺ ഗൾഫ് അത് വളരെ കൂടുതലാണ്. റഷ്യയെയും ഗൾഫ് രാജ്യങ്ങളെയുമാണ് ചൈന എണ്ണ വാങ്ങാനായി, ഇന്ത്യ പോലെ തന്നെ എണ്ണയില്ലാത്ത രാജ്യമാണ് ചൈന ആഗ്രഹിക്കുന്നത്. ആ ചൈന ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഒരു മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറെ ആഴത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് മലയാളി പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തണം. അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമാണ്. അതായത് ചൈന ഒരു മിസൈൽ പരീക്ഷണം നടത്തി. അതിപ്പോൾ എന്താണെന്ന് ചോദിക്കാം. വെറും മിസൈലല്ല, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന 12,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്നതും അന്തർവാഹിനിയിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിയുന്നതുമായ JL-3 കാറ്റഗറിയിലുള്ള മിസൈൽ പരീക്ഷിച്ചു എന്നാണ് ചൈന ഔപചാരികമായി പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന് എങ്ങോട്ട് പരീക്ഷിച്ചു എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ചൈനയുടെ തെക്ക് കിഴക്കൻ മേഖല, അത് ഇൻഡോ ചൈന അത് ആ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ആ ഒരു സൗത്ത് ചൈന സീ, ആ മേഖലയിൽ ചൈനീസ് അന്തർവാഹിനികൾ വളരെ എണ്ണം അവിടെ വ്യാപിച്ചിരിക്കുന്നു. എത്ര ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളില്ല. കാരണം ചൈന ആ രീതിയിലുള്ള കണക്കുകൾ പൊതുവെ പുറത്തു വിടാറില്ല. പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും, പ്രത്യേകിച്ച് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും പ്യോങ്യാങ് ഒക്കെ, അതായത് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നൊക്കെ കുട്ടി ഘോഷിക്കുന്നത് പോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പുരപ്പുറത്ത് കയറി തങ്ങളിതാ മിസൈൽ വിക്ഷേപിച്ചേ ജാഗ്രത എന്നൊന്നും വിളിച്ചു കൂവാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ശ്രദ്ധ ലഭിക്കാതെ പോകുന്നത്. പക്ഷേ ചൈന ഈസ് നൗ റീച്ചിങ് ഔട്ട് ടു ദി ലാർജർ വേൾഡ്. അതൊരു മിസൈൽ കവചം ഒരുക്കുകയാണ്. മിസൈൽ എവിടെ വേണമെങ്കിലും, ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും, ഏതറ്റത്ത് വരെ വേണമെങ്കിലും തങ്ങളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ അന്തർവാഹിനിയിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് മിസൈലുകൾ എത്തിക്കാൻ കഴിയും. ആ റേഞ്ച് 12,000 കിലോമീറ്ററാണ്. അപ്പോൾ ആ ഭാഗത്ത് അത് പസഫിക് സമുദ്രം മുഴുവൻ, ചൈനയുടെ കിഴക്ക് ഭാഗത്തുള്ള, അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പസഫിക് സമുദ്രം മുഴുവൻ ഒറ്റയടിക്ക് നാവിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന 12,000-ലധികം കിലോമീറ്റർ ഉള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM ഇതാണ് ചൈന ഉപയോഗിച്ചിരിക്കുന്നത്. അതാദ്യമായിട്ടല്ല ചൈനയ്ക്ക് ICBMs ലഭ്യമാകുന്ന, നേരത്തെ തന്നെ ചൈന ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2024 സെപ്റ്റംബറിൽ സമാനമായ ഒരു ലോഞ്ച് ഉണ്ടായി. അതും വലിയ ശബ്ദകോലാഹലങ്ങളുണ്ടായി. ഇപ്പോൾ എന്താണ് ഈ സമയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നെയ്റ്റോയുടെ സമ്മിറ്റ് കഴിഞ്ഞ ദിവസം അങ്കാറയിൽ, തുർക്കിയിലെ അങ്കാറയിൽ 6-7 തീയതികളിൽ, അതായത് ജൂലൈ 6-7 തീയതികളിൽ അവിടെ വെച്ചുള്ളത് സമാപിച്ചു. അതൊരു കാര്യം. അവിടെ നെയ്റ്റോ ഈസ് ടേക്കിംഗ് സ്റ്റോക്ക് ഓഫ് ദി ഗ്ലോബൽ സിറ്റുവേഷൻ വൺസ് അഗൈൻ. അമേരിക്ക നെയ്റ്റോയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ ഗൾഫ് വിഷയത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അമേരിക്കയുടെ കൂടെ നിൽക്കണം എന്ന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പോഴും ചൈന നേരിട്ട് അതേക്കുറിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല. 2, ഓസ്ട്രേലിയ ഫിജി അക്കോർഡ് ഈ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്ന ഒരു അക്കോർഡാണ്. ഓസ്ട്രേലിയ ഫിജിയും തമ്മിൽ. ഫിജി എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ്. ഓസ്ട്രേലിയയുടെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപ് രാജ്യമാണ് ഫിജി. അപ്പോൾ അവിടെയുള്ള അനേക ദ്വീപ് രാജ്യങ്ങളുണ്ട്. ഇപ്പം നൗറു, സോളമൻ ഐലൻഡ്സ്, വൻവാതു എന്ന് വേണ്ട ഒരുപാട് ഈസ്റ്റർ ഐലൻഡ്സ്, ഒരുപാട് ദ്വീപുകളാണ് ആ പ്രദേശത്തെല്ലാം ഉള്ളത്. അപ്പം ആ ഒരു ക്രിസ്മസ് ഐലൻഡ്സ്, ഈസ്റ്റർ ഐലൻഡ്സ് അല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ആ പ്രദേശത്തുള്ള ദ്വീപ സമൂഹങ്ങളാണ്. അവിടെയൊക്കെ തന്നെ അവിടെയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡോ പസഫിക് എന്ന് പറയുന്ന മേഖല,
അവഗണന അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ലോകരാജ്യങ്ങളൊന്നും ആ പ്രദേശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാറില്ല. ഓസ്ട്രേലിയ എന്ന രാജ്യമാണ് അവിടുത്തെ ഭീമൻ രാജ്യം. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി നിലവിൽ ഓസ്ട്രേലിയ സന്ദർശന വേളയിലാണ്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി സംസാരത്തിലാണ്. ക്രിട്ടിക്കൽ മിനറൽസ്, യുറേനിയം ഉൾപ്പെടെയുള്ള ധാതുക്കൾ നമുക്ക് വേണം. ഓസ്ട്രേലിയയുമായി തന്ത്രപരമായി ഒരു ബന്ധം വേണം. ഇന്ത്യ, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ എന്ന ക്വാഡ് സഖ്യം ഇപ്പോഴും ഓൺ പേപ്പർ നിലവിലുണ്ട്. ഇപ്പോൾ അത്ര ഗൗരവമായി ഇന്ത്യ പരിഗണിക്കുന്നില്ല, പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ട്രേഡ് യുദ്ധമെല്ലാം ആയി നിൽക്കുന്ന സമയത്ത്. ക്വാഡിൻ്റെ ഒരു പൂർണ്ണ സമ്മേളനം ഉണ്ടാകേണ്ടതാണ് ഇന്ത്യയിൽ. ഇന്ത്യയാണ് ആതിഥ്യം അരുളേണ്ടത്. അതൊരു പക്ഷേ 2027 ആദ്യം നടക്കാൻ സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആ സമയത്ത് ഇന്ത്യയിൽ വരാനും സാധ്യത തള്ളിക്കളയുന്നില്ല. ക്വാഡിൻ്റെ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം ഈ അടുത്ത സമയത്ത് ഇന്ത്യയിൽ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇൻഡോ പസഫിക് മേഖല, ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ എന്നത് മാറി ഇൻഡോ പസഫിക് മേഖല ഇന്ത്യക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ്. ചൈനയും അതുപോലെ തന്നെ കാണുന്നു. അപ്പം ചൈനയെ ഒരു ഏഷ്യൻ പവർ എന്ന നിലയിൽ നിന്നും ഗ്ലോബൽ കോണ്ടിനെൻ്റൽ പവർ എന്ന നിലയിലേക്ക് ഉയർത്തുന്നത് പസഫിക്കിലെ സാന്നിധ്യമാണ്. അപ്പോൾ ആ പ്രദേശത്ത് എവിടെയും എത്തിച്ചേരാൻ തങ്ങൾക്ക് കപ്പലുകൾ വേണ്ട, തങ്ങളുടെ അന്തർവാഹിനികൾ പോലും അവിടം വരെ എത്തണമെന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് പോലും തങ്ങളുടെ അന്തർവാഹിനിയിൽ ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻ, അതിൽ നിന്നും ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ വർഷിക്കാൻ തങ്ങൾക്ക് കഴിയും എന്ന് വളരെ സൈലൻ്റായി ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസരമായിട്ടാണ് ചൈന ഇതിനെ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 600ഓളം ആണവ പോർമുനകളാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളതായി വിശ്വസിക്കപ്പെടുന്നത്. അത് ഏതാണ്ട് 1000 പോർമുനകളായി മാറും 2030 എന്നാണ് പറയുന്നത്. അമേരിക്കയും റഷ്യയ്ക്കും ഏതാണ്ട് 4900 പരം പോർമുനകൾ വീതമുണ്ട്. അപ്പം ലോകത്ത് എല്ലാം കൂടെ ചേർത്തൊരു 12000ഓളം ആണവ ആയുധങ്ങൾ ഉണ്ട്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നോർത്ത് കൊറിയയുടെയും എല്ലാം ചേർന്ന്, ബ്രിട്ടൻ, ഫ്രാൻസ്, ഈ രാജ്യങ്ങൾക്കെല്ലാം ഇസ്രായേൽ, ഈ രാജ്യങ്ങളെല്ലാം ചേർന്നൊരു 12000ഓളം ആണവായുധങ്ങളുണ്ട്. അതിൽ ചൈനയുടെ കോട്ട ഒരു 1000 ആണവായുധങ്ങളായിട്ട് മാറുന്നു. അതുകൊണ്ട് ചൈന ഈസ് റിവ്യൂയിങ് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റി പാരഡൈംസ്. അതിൻ്റെ ഭാഗമായി എക്സ്പാൻഷൻസ് പോളിസി ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു വയബിൾ അമേരിക്കയോട് തുല്യമായി നിൽക്കുന്ന ഒരു നെയ്വൽ, എയർ ആൻഡ് ലാൻഡ് മിലിറ്ററി കേപ്പബിലിറ്റി, ഇതാണ് ചൈന ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള വില ലഭിക്കണം എന്നതും ചൈന ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ ഇതെല്ലാം, ഈ സാഹചര്യം എന്തുകൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നു. അതേസമയം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ചൈന ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇറാൻ വിഷയത്തിൽ ചൈന നേരിട്ട് രംഗത്ത് വരുമെന്ന് പലരും ചിന്തിച്ചു. ഞാൻ അന്നും പറഞ്ഞു, ചൈന ഒരിക്കലും നേരിട്ട് രംഗത്ത് വരില്ല. അമേരിക്ക 19ാം നൂറ്റാണ്ടിൽ ചെയ്ത അതേ കാര്യമാണ് ചൈന ഇപ്പോൾ ചെയ്യുന്നത്. അന്നത്തെ ഒരു ഐസൊലേഷനിസ്റ്റ് പോളിസി ഉണ്ടല്ലോ, അതുപോലെ ചൈന സ്വയം മാറി നിൽക്കുകയാണ്. ആഭ്യന്തരമായി ശക്തി ആർജിക്കുകയാണ്, ശക്തി സംഭരിക്കുകയാണ്. അതെന്തെങ്കിലും ആവശ്യം വന്നാൽ പ്രയോഗിക്കുക. ആഭ്യന്തരമായ സംവിധാനം ചിതറിപ്പോകാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ജോയിന്റ് മിലിറ്ററി കമ്മീഷൻ്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPCയുടെയും അതുപോലെ ചൈനീസ് സ്റ്റേറ്റിൻ്റെയും എല്ലാം തലപ്പത്ത് വൺ മാൻ കോൾഡ് ഷീ ജിൻപിങ്. അതാണ് ചൈനീസ് സിസ്റ്റം. അതായത് പൂർണ്ണമായ സൈന്യത്തിന് നിയന്ത്രണം, പൂർണ്ണമായ ഒരു സിവിലിയൻ ഗവൺമെൻറ് നിയന്ത്രണം, അതുപോലെ തന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്ന വിഭാഗത്തിന് നിയന്ത്രണം. ഇതെല്ലാം തന്നെ ഒരുമിച്ച് പാർട്ടിയുടെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പൂർണ്ണമായ നിയന്ത്രണം. അത് ഏകപക്ഷി സമ്പ്രദായമാണ്. ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിൽക്കുന്നു. ഒരു അധികാര ട്രാൻസ്ഫർ, ഒരു ക്രമം അവിടെയുണ്ട്. ഷീ ജിൻപിങ് യുഗം ഇപ്പോഴെങ്ങും അവസാനിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ മാത്രം അവസാനിക്കുന്ന ഒരു യുഗമാണ്. ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലെ അനിവാര്യമായ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പല രീതിയിൽ ചൈനയെ നമ്മൾ നോക്കിക്കാണാം. ഇന്ത്യക്ക് ത്രെട്ട് ഉണ്ടാകുന്ന ഒരു രാജ്യവുമാണ് ചൈന. ചൈനയുടെ അംബിഷൻസ്, അതുകൊണ്ടാണ് ഇന്ത്യ വിദേശനയം സ്വീകരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായി ചൈനയുമായി ബാലൻസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ. അമേരിക്കയെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ട് അമേരിക്ക ബന്ധം ഉപേക്ഷിച്ച് പോകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ചൈന ഈസ് എ പൊട്ടൻഷ്യൽ ത്രെട്ട്. അതുകൊണ്ട് അമേരിക്കയുമായി പൂർണ്ണമായി, ഇപ്പം ക്വാഡ് തന്നെ ചൈനയുടെ എക്സ്പാൻഷനിസം, എൻക്രോച്ച്മെൻറ്റ്, ഇപ്പം തെക്കൻ സമുദ്രങ്ങളിൽ, ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ചൈന ഡോമിനേറ്റ് ചെയ്യുന്നതിന് ബദലായിട്ടാണ് ഇപ്പം മലബാർ എക്സസൈസ് എന്ന രൂപത്തിലൊക്കെ ഈ രാജ്യങ്ങൾ, ക്വാഡ് രാജ്യങ്ങളും ഇന്ത്യയും ചേർന്നുകൊണ്ടുള്ള നെയ്വൽ എക്സസൈസുകൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും എല്ലാം ചേർന്ന് ശ്രമിക്കുന്നുണ്ട്, ജപ്പാൻ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചൈന അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ ലോകത്തിന് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ
ഇറാനിലേക്ക് തിരിയുമ്പോൾ, ഗൾഫിലെ യുദ്ധത്തിലേക്ക് തിരിയുമ്പോൾ ഞങ്ങൾ ഇവിടെ ക്വയറ്റായി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതാപൂർവമായ നിലപാട് ലോകം എടുക്കേണ്ടതാണ്. ട്രിവിയൽ വിഷയങ്ങൾ, ഇത് ഇറാൻ വിഷയം ട്രിവിയലാണെന്നല്ല ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിലേക്ക് ലോകത്തെ വലിച്ചഴച്ച് കൊണ്ടുപോകാതെ ഒരു ധാരണയിൽ പോകേണ്ടതാണ്. മിസൈൽ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൈവിട്ടു പോകുന്ന രീതിയിൽ ചൈന വൻ ശക്തിയായി വളരുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യക്കും അത്ര ശുഭകരമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഒരു മിസൈൽ പരീക്ഷിക്കാൻ, ഇനി ആണവ പോർമുന പോലും ഉള്ള മിസൈൽ പരീക്ഷിക്കാൻ ചൈനയ്ക്ക് അവകാശമുണ്ട് എന്നുകൂടി ഓർപ്പിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പീൻസിൻ്റെ മുകളിലൂടെ, ചൈനയുടെ തെക്ക് കിഴക്കൻ പ്രദേശത്ത് നിന്നും ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിൻ്റെ മുകളിലൂടെ മറ്റനേക ചെറിയ ചെറിയ ദ്വീപ് രാജ്യങ്ങളുടെ, മൈക്രോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളുടെ മുകളിലൂടെ ഓസ്ട്രേലിയയുടെ കിഴക്കൻ പ്രദേശത്ത് വരെ എത്തുന്ന രീതിയിൽ 10,000 മുതൽ 12,000 വരെ കിലോമീറ്ററുള്ള ഡമ്മി മിസൈലാണ്, പോർമുന ഇല്ലാത്ത എന്നാൽ യഥാർത്ഥ മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് ചൈന. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് ചൈനയുടെ നീക്കങ്ങളെ കാണാം. ശരിക്കും ഈ ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക ഭീതിയില്ലാതെ സൈനിക നടപടി തുടരുന്നതിന് കാരണം ഇരു രാജ്യങ്ങളും തമ്മിലെ ദൂരം തന്നെയാണ്. 12,000 കിലോമീറ്ററുകൾ ദൂരത്തിലാണ് ഇറാനും അമേരിക്കയും. അത്രയും ദൂരത്തിൽ പറന്നെത്താൻ ശേഷിയുള്ള ഒരു മിസൈൽ പോലും ഇറാൻ്റെ കൈവശമില്ല. ഇറാനെ പരോക്ഷമായി ചൈന സഹായിക്കാത്തതിനാൽ അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ ആശങ്കയുമില്ല. പക്ഷേ പുതിയ പരീക്ഷണ വിജയത്തിൻ്റെ ചുവട് പിടിച്ച്, അതായത് ചൈന പുതിയതായി പരീക്ഷിച്ച ആ മിസൈലിൻ്റെ വിജയത്തിൻ്റെ ചുവട് പിടിച്ച് ഇറാന് JL-3 മിസൈലുകൾ നൽകിയാൽ കളി മാറില്ലേ? ഒപ്പം തന്നെ ഇറാൻ, റഷ്യ, ചൈന ആ ഒരു അച്ചുതണ്ടുണ്ടല്ലോ, അത് ഇനി സ്ട്രോങ് ആകുമോ? ചൈന ഇറാന് ഇപ്പോൾ പരീക്ഷിക്കപ്പെട്ട JL-3 മിസൈലുകൾ, ആ ഒരു സീരീസിലുള്ള മിസൈലുകൾ നൽകുമോ എന്നതാണ്. ഇതൊരു ഒരു അലങ്കാരിക ചോദ്യമാണ്, അല്ലെങ്കിൽ സാങ്കല്പിക ചോദ്യമാണ്. നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുമെന്ന്. കാരണം എപ്പോഴും ഒരു രാജ്യം, എത്ര സുഹൃത്ത് രാജ്യമാണെങ്കിലും, റഷ്യയോ ചൈനയോ, ഇറാൻ അങ്ങനെ വേണമെങ്കിൽ വാദിക്കാം, എന്തുകൊണ്ട് ചൈനയ്ക്ക് ഇറാന് ആണവായുധങ്ങൾ നൽകിക്കൂടാ? റഷ്യക്കോ ചൈനയ്ക്കോ നിഷ്പ്രയാസം ഇറാൻ ആണവ സാങ്കേതിക വിദ്യയോ ആണവായുധങ്ങളോ നൽകാം. അപ്പോൾ സുഹൃത്ത് രാജ്യം ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു സാഹസത്തിന് ഒരു രാജ്യവും മുതിരില്ല എന്നതാണ് എൻ്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഇറാൻ്റെ കൈവശം ആണവ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ, അമേരിക്ക വരെ എത്താൻ കഴിയുന്ന മിസൈലുകളും ഉണ്ടായിരുന്നു എങ്കിൽ, അത് കൃത്യമായി പ്രയോഗിക്കാനുള്ള ടെക്നോളജിയും ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തില്ല. സമാനമായ ചിന്തയാണ് പലരും കമൻറ്റ് ബോക്സിലൊക്കെ ഇടുന്നത്. കൊറിയയിൽ കിം ജോങ് ഉൻ ചന്ദ്രഹാസം വിളക്കുമ്പോൾ അമേരിക്കയെ അവർ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുമ്പോഴും കിം ജോങ് ഉന്നിനെതിരെ ഒരു അക്ഷരം ഡൊണാൾഡ് ട്രംപ് മിണ്ടുന്നില്ലല്ലോ. അതുമാത്രമല്ല, കിം ജോങ് ഉന്നുമായി ഏറെ ദൂരം യാത്ര ചെയ്ത് ട്രംപിൻ്റെ കഴിഞ്ഞ തവണ പ്രസിഡൻ്റായിരുന്നപ്പോൾ പോയി ചർച്ച ചെയ്തതല്ലേ, സിംഗപ്പൂരിൽ വരെ പോയി ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറഞ്ഞാൽ കിം ജോങ് ഉന്നിന് താടിയുണ്ട് എന്നല്ല, ഇറാൻ്റെ നേതാക്കൾക്കാണ് താടിയുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അലങ്കാരികമായ താടിയുള്ളത് കിം ജോങ് ഉന്നിന് തന്നെയാണ്. ആണവായുധങ്ങൾ ഒരു ഡിറ്ററൻ്റാണ്. മറ്റൊരു രാജ്യം തങ്ങൾ രാജ്യത്തെ ആക്രമിക്കാതിരിക്കുന്നതിനുള്ള ഏറ്റവും ഒന്നാന്തരം പ്രതിരോധമാണ് ആണവായുധങ്ങളുള്ളതും അവയുടെ ഡെലിവറി മെക്കാനിസം, മിസൈലുകളിലൂടെയുള്ള ഡെലിവറി മെക്കാനിസം ഉള്ളതും. ഇപ്പോൾ അത് ഇറാനില്ല. മിസൈലുകൾ മാത്രമാണുള്ളത്, പോർമുനയായി ഘടിപ്പിക്കാൻ ആണവായുധങ്ങളില്ല. അതുകൊണ്ട് ആണവായുധങ്ങൾ കൈവശമുണ്ട് എങ്കിൽ അത് പ്രയോഗിക്കുമെന്ന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയും സംഭവിക്കാം. ദുർബലമായ കരങ്ങളിൽ ആണവായുധങ്ങൾ ലഭിച്ചാൽ ഒരുപക്ഷെ ചില പ്രകോപനങ്ങളിൽ പതറി അത് പ്രയോഗിക്കപ്പെടാനും സർവനാശമുണ്ടാകാനുമുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാവണം ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും അമേരിക്കയും എല്ലാം ഇറാൻ്റെ ആണവ പദ്ധതി എതിർക്കുന്നത്. പക്ഷെ മറുവശത്ത് മറ്റൊരു ചിന്തയുള്ളത്, എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ഇപ്പോൾ നിലവിൽ 9 രാജ്യങ്ങൾക്ക് ആണവായുധങ്ങളുണ്ട്. ഇവരുടെ എല്ലാം കയ്യിൽ സുരക്ഷിതമായി ആണവായുധങ്ങളിരിക്കും. ഇറാൻ അത് നേടിയാൽ സുരക്ഷിത കരങ്ങളിലാവില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? പാകിസ്ഥാൻ അത്ര നല്ല രാജ്യമല്ല, തീവ്രവാദികളെ സഹായിക്കുന്ന രാജ്യമാണ്, സൈന്യത്തിന് നിയന്ത്രണമുള്ള രാജ്യമാണ്, സിവിലിയൻ ഗവൺമെൻറ് കേവലം പാവം മാത്രമാണ്. പലപ്പോഴും അങ്ങനെ ഒരു രാജ്യത്ത് ആണവായുധം ഉണ്ടായിട്ടും ഇതുവരെ പ്രകോപനം ഏറെ ഉണ്ടായിട്ടും പ്രയോഗിച്ചിട്ടില്ലല്ലോ. പ്രയോഗിച്ചാൽ കളി മാറും. ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ പിന്നെ കാണില്ലത് മറ്റൊരു കാര്യം. അതുകൊണ്ടാവാം, എങ്കിൽ പോലും അത് പ്രയോഗിച്ച് കാണുന്നില്ല. അവിടെ ഇസ്രയേലിന് ആണവായുധങ്ങളുണ്ടല്ലോ, ഇതുവരെ അത് പ്രയോഗിച്ചിട്ടില്ലല്ലോ. ഇറാനെതിരെ അത് പ്രയോഗിക്കാമായിരുന്നല്ലോ, പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ ആണവായുധങ്ങളുണ്ട് എന്ന ഒറ്റ കാരണത്താൽ
അത് പ്രയോഗിക്കില്ല. പ്രയോഗിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കും. ആര് പ്രയോഗിക്കുന്നു ആ രാജ്യം പിന്നെ ഭൂമുഖത്തെ അവശേഷിക്കില്ല. അതൊരു വലിയ യുദ്ധത്തിലേക്ക്, ലോകമഹായുദ്ധത്തിലേക്ക് ഒരുപക്ഷെ നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട വിഷയമാണ്. ഇറാൻ്റെ വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ, ഈ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ സിംഹഭാഗവും ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം, എൻറിച്ച്മെൻറ്റ് ഓഫ് യുറേനിയം, അത് 60%-ലെത്തി. അതിൽ വിരളി പിടിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ സാഹസമെല്ലാം, ഇസ്രായേലും അമേരിക്കയും ഈ സാഹസമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കാൻ ഇറാനെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്ന് പൂർണ്ണമായി ആണവ നിരായുധീകരണത്തിനും ആണവായുധം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് വാങ്ങാനും ഉള്ള ശ്രമമാണ്. ആ ശ്രമം പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ട് ചൈന സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ഇറാനെ JL-3 മിസൈലുകൾ നൽകി സഹായിക്കുമെന്ന് തോന്നുന്നില്ല. നൽകിയാൽ തന്നെ അത് അമേരിക്കൻ ചാരക്കണ്ണുകൾക്ക് മുമ്പിലൂടെ മാത്രമേ നൽകാനാവൂ. ആ രീതിയിൽ രഹസ്യമായിട്ടൊന്നും ചൈനയ്ക്ക് ഇറാനിലേക്ക് ഈ മിസൈലുകൾ എത്തിക്കാൻ കഴിയില്ല എന്നുകൂടി ഓർക്കണം. ഹോർമോസ് വഴി, കപ്പൽ വഴി കൊണ്ടുവരാനാവില്ല. കാരണം ഹോർമോസ് രീതിയിൽ ഇനിയിപ്പോൾ ആ രീതിയിൽ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ഉണ്ടാവും. കരവഴി അങ്ങനെ മിസൈലുകൾ വണ്ടിയിൽ, ട്രക്കിൽ അടുക്കി വെച്ച് കൊണ്ടുവരുന്നതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് സാങ്കേതികവിദ്യ കൈമാറാൻ സാധിക്കും. ഇറാൻ്റെ യുദ്ധ ഒരുക്കങ്ങളിൽ അമേരിക്കയുടെ ശത്രു സേനകളുടെ വിന്യാസത്തെക്കുറിച്ച് സാറ്റലൈറ്റ് ഇമേജുകൾ ഷെയർ ചെയ്യാൻ പറ്റും. ചൈന പിടിച്ചെടുക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കൃത്യമായി റഷ്യയും നല്ല രീതിയിൽ ഇറാൻ ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിലൊക്കെ സഹായിക്കാമെന്നല്ലാതെ എത്ര സുഹൃത്ത് രാജ്യങ്ങളാണെങ്കിലും നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ, മിസൈലുകൾ, അണവായുധങ്ങൾ ഒന്നും നൽകി സഹായിച്ചാൽ അതത്ര ശരിയാവില്ല എന്നതാണ് എൻ്റെ പക്ഷം.